നമസ്കാരം. റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. എന്തൊക്കെയാണ് റയൽ മാഡ്രിഡിൽ നടക്കുന്നത്? കിരീടം നഷ്ടപ്പെട്ടു, ശരി. ഇപ്പോഴിതാ പരസ്യമായിട്ട് കോച്ചും സൂപ്പർ താരവും തമ്മിൽ പ്രശ്നം. അടി തുടങ്ങിയെന്ന് പറഞ്ഞാൽ കയ്യാങ്കളി തുടങ്ങിയെന്നല്ല, പ്രസ്താവനകൾ അങ്ങോട്ടും ഇങ്ങോട്ടും. കോച്ചിനെതിരെ എംബാപ്പയ്ക്കെതിരെ കോച്ച്, ഇങ്ങനെ പോകുന്നു കാര്യങ്ങൾ. ഇല്ല, റയൽ ഒവീഡോക്കെതിരെ സാന്റിയാഗോ ബെർണാബ്യൂവിൽ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് റയൽ മാഡ്രിഡ് ജയിച്ചു. ഗോൺസാലോ ഗാർഷിയും ജൂഡ് ബെല്ലിങ്ങാമുമാണ് ഗോളുകൾ നേടിയത്. കളിയിൽ എംബാപ്പയെ കോച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. 68ാമത്തെ മിനിറ്റിൽ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് മാത്രമാണ് കളിക്കളത്തിലേക്ക് ഇറക്കിയിരുന്നത്. കളി കഴിഞ്ഞതിന് ശേഷം എംബാപ്പെ പൊട്ടിത്തെറിച്ചു. എംബാപ്പെ പറഞ്ഞു, ആർബിലോവ എന്നോട് പറയുകയാണ് ഞാൻ 4ാമത്തെ സ്ട്രൈക്കർ മാത്രമാണ്, 4th ചോയ്സ് മാത്രമാണ്. വിനി, ഗോൺസാലോ, മസ്റ്റൻഡൂനോ എന്നിവർ കഴിഞ്ഞിട്ട് എനിക്ക് സ്ഥാനമുള്ളൂ എന്ന് കോച്ച് പറഞ്ഞു. ഞാൻ 100% ഫിറ്റാണ്, കളിക്കാൻ റെഡിയായിരുന്നു. എന്നിട്ട് എന്നെ സ്റ്റാർട്ട് ചെയ്യിച്ചില്ല. മാനേജറോട് ചോദിക്ക്. ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തയ്യാറായിരുന്നു. എന്നോടാണ് പറഞ്ഞത് ഞാൻ 4th സ്ട്രൈക്കർ മാത്രമാണെന്ന്. ഓക്കെ, ഞാൻ കോച്ചിൻ്റെ തീരുമാനം അംഗീകരിക്കുന്നു. ഞാൻ കൂടുതൽ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരുമായിരിക്കും. ഏതായാലും കോപ്പ ഡെൽ റേയിൽ എനിക്ക് വിശ്രമം തരണമെന്ന് പലരും പറഞ്ഞു. അങ്ങനെ ഞാൻ പുറത്തിരുന്നപ്പോൾ ലോവർ ഡിവിഷൻ ടീമിനോട് തോറ്റാണ് ടീം പുറത്തായത്. അതൊന്നും ആരും മറക്കണ്ട എന്ന് എംബാപ്പെ തുറന്നടിച്ചു. അപ്പോൾ ചോദിച്ചു, മറുപടി ഇപ്പം കോച്ച് പറയുമല്ലോ, അദ്ദേഹത്തിൻ്റെ പ്രസ് കോൺഫറൻസ് കേട്ടോ. മറുപടി, ഞാൻ ആർബിലോവയുടെ പ്രസ് കോൺഫറൻസ് ഒന്നും കാണാറില്ല. എൻ്റെ വീട്ടിൽ ഫ്രഞ്ച് TV ആണ്, അല്ലാതെ സ്പാനിഷ് TV അല്ല എന്ന് കൂടി പറഞ്ഞിട്ടങ്ങ് പോയി എംബാപ്പെ. അപ്പോൾ ആർബിലോവയോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി, ഞാൻ ശരിക്കും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് എനിക്ക് 4 അറ്റാക്കേഴ്സ് വേണമെന്നാണ്. പക്ഷേ എൻ്റെ ടീമിൽ 4 അറ്റാക്കേഴ്സ് ഇല്ല. അല്ലാതെ എംബാപ്പെ പറയുന്ന പോലെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഒരു പക്ഷേ അദ്ദേഹം തെറ്റിദ്ധരിച്ചതായിരിക്കണം. ഞാൻ ഒരിക്കലും എംബാപ്പെ പറഞ്ഞ പോലുള്ള സംഭവങ്ങൾ പറഞ്ഞിട്ടില്ല. എംബാപ്പെ 4th സ്ട്രൈക്കറാണെന്ന് പറഞ്ഞിട്ടില്ല. മേ ബി അദ്ദേഹം മിസ്അണ്ടർസ്റ്റുഡ് ആയിരിക്കും. ഐ ഹാവ് നെവർ സെഡ് ഇറ്റ്. ഏതായാലും ഒരു കാര്യം ഞാൻ പറയട്ടെ, ഞാൻ ഈ ചെയറിൽ കോച്ചായിട്ടിരിക്കുന്നിടത്തോളം കാലം ആര് കളിക്കണം ആര് കളിക്കണ്ട എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. അത് ഞാൻ ആരുടെയും പേര് നോക്കിയിട്ടല്ല കളിപ്പിക്കുന്നത്. ഐ ഡു നോട്ട് കെയർ വാട്ട് ദെയർ നെയിംസ് ആർ. അവരുടെ പേരെന്താണെന്ന് ഞാൻ നോക്കുന്നില്ല. അവർക്കത് പറ്റുമെങ്കിൽ ഓക്കെ, പറ്റുന്നില്ലെങ്കിലേ കാത്തിരിക്കട്ടെ, അടുത്ത കോച്ച് വരട്ടെ, അടുത്ത ആളെ വരെ കാത്തിരിക്കട്ടെ എന്ന് തുറന്നടിച്ച് ആർബിലോവയും പ്രതികരിച്ചതോടുകൂടി രംഗം വഷളായിരിക്കുകയാണ്. കോച്ചും സൂപ്പർ താരവും തമ്മിൽ അത്ര രസത്തിലല്ല എന്നുള്ളത് പരസ്യമായി. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.